Hello friends, welcome back to Biospace. നമുക്കിന്ന് യൂക്കാരിയോട്ടിക് DNA പാക്കേജിലെ റെസ്റ്റ് ഓഫ് ദി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ബീഡ്സ് ഓൺ സ്ട്രിങ് അഥവാ നൂലില് മുത്ത് കോർത്തിട്ട പോലെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് അറൌണ്ട് 10 നാനോമീറ്റർ ആയിരിക്കും ഇതിന്റെ സൈസ്. ഫർദർ ഈ ഒരു DNA സ്ട്രക്ചർ വീണ്ടും കണ്ടൻസ് ചെയ്യും അഥവാ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് പാക്ഡ് ആവും. അങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറിനെ നമ്മൾ ക്രോമാറ്റിൻ ഫൈബർ എന്ന് പറയും. എന്താണ് ക്രോമാറ്റിൻ ഫൈബർ? ഇത് DNA പാക്കേജിങ്ങിന്റെ അഥവാ DNA കണ്ടൻസേഷന്റെ സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ആണ് ക്രോമാറ്റിൻ ഫൈബർ. അത് എബൌട്ട് എത്രയായിരിക്കും? 30 നാനോമീറ്റർ ആയിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഫർദർ DNA കണ്ടൻസ് ചെയ്യും. ഫർദർ കണ്ടൻസ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? ക്രോമസോം കിട്ടണം. അപ്പോൾ ഫർദർ കണ്ടൻസേഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് പാക്ഡ് ആവുന്നു. അപ്പം കിട്ടുന്ന സൈസ് അറൌണ്ട് 300 നാനോമീറ്റർ ആയിരിക്കും. ദെൻ ഫർദർ വീണ്ടും കണ്ടൻസ് ചെയ്യും. വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സ്ട്രക്ചർ അറൌണ്ട് 700 നാനോമീറ്റർ ആയിരിക്കും. ദെൻ ഫർദർ കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചർ ആണ് നമ്മുടെ ക്രോമോസോം എന്ന് പറയുന്നത്. ക്രോമോസോം ആയിട്ട് മാറും. ഈ ക്രോമോസോമിന്റെ സൈസ് എന്ന് പറയുന്നത് വിൽ ബി അറൌണ്ട് 1400 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ സർട്ടൻ റീജിയൻസ് കുറച്ച് എന്താണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ സർട്ടൻ റീജിയൻസ് ഡാർക്ക്ലി സ്റ്റെയിൻഡ്, സർട്ടൻ റീജിയൻസ് ലൈറ്റ് ആയിട്ട് സ്റ്റെയിൻഡ് ആയിട്ടും കാണപ്പെടും. ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? യൂക്രോമാറ്റിൻ എന്ന് പറയുന്നു. ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസിനെ നമ്മൾ ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നു. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും യൂക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോസോംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഹെട്രോക്രോമാറ്റിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയോസോംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് കാണപ്പെടും. അത് തന്നെയാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. യൂക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലൂസ്ലി പാക്ഡ് ആയിരിക്കും, ഹെട്രോക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും. യൂക്രോമാറ്റിൻ ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ഹെട്രോക്രോമാറ്റിൻ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. പിന്നെ യൂക്രോമാറ്റിൻ റീജിയൻ എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഹെട്രോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ഇൻആക്റ്റീവ് ആയിരിക്കും. ഈ ട്രാൻസ്ക്രിപ്ഷൻ നമുക്കറിയാം DNA to RNA ആവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇനി നമ്മുടെ ഈ പാക്കേജിംഗ് ഒക്കെ നടക്കണമെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് മാത്രം പോരാ, അത് കൂടാണ്ട് കുറച്ച് നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസിന്റെ കൂടെ ആവശ്യകതയുണ്ട്. അത് ഫർദർ ഫോൾഡിങ്ങിനും റെഗുലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇത്രയാണ് നമുക്ക് DNA പാക്കേജിംഗ് ഇൻ ദ കേസ് ഓഫ് യൂക്കാരിയോട്സ് പഠിക്കാനുള്ളത്. ഫർദർ ടോപ്പിക്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.